ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. മിസ് സൂസനയുടെ ഹോസ്റ്റൽ വാർഡനായ സിസ്റ്റർ ഫ്ലോറ. ഞാൻ തന്നെയാണ്. ഞാൻ ഡോക്ടർ മാധവൻകുട്ടി. കോൺവെന്റിൽ പോയിരുന്നു. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ധ്യാനത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വന്ന് ബുദ്ധിമുട്ടിച്ചത്. സൂസനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ സൂസനയുടെ അടുത്ത് നിന്നാണ് വരുന്നത്. മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. എന്താ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ വരൂ, ഇരിക്കും. രേവതി ഇല്ലേ? ഉണ്ടല്ലോ. രേവതി. എന്താ അങ്കിൾ? ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. രേവതി ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വരണം. എവിടേക്കാ സിസ്റ്റർ? സൂസനയ്ക്ക് തീരെ സുഖമില്ല. ഞാൻ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഡോക്ടർ മാധവൻകുട്ടി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. രേവതിയും കൂട്ടി പോകാൻ ഞാൻ ഉടനെ പുറപ്പെട്ടതാണ്. സൂസനയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. രേവതി കാണണമെന്ന് പറയുന്നു. എന്തു പറ്റി സൂസനയ്ക്ക്? സുഖമില്ലെന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? വിസ്തരിക്കലൊക്കെ പിന്നെ ആവാം. ഗെറ്റ് റെഡി. ഏത് ഹോസ്പിറ്റലാണ് സൂസന? ഹോസ്പിറ്റലല്ല. പിന്നെ മഠത്തിൽ തന്നെയാണോ? അല്ല, ഹോസ്പിറ്റലും മഠത്തിലും അല്ലാതെ എന്താ ആരും ഒന്നും പറയാത്തത്? ടെൽമി, എന്തു പറ്റി എന്റെ സൂസനയ്ക്ക്? അവളിപ്പോ എവിടെയാണുള്ളത്? മംഗലത്തെ ബാലമേനോന്റെ വീട്ടിൽ. യെസ്, രേവതിയുടെ അച്ഛന്റെ വീട്ടിൽ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി രേവതി. സൂസനെ ഞാൻ അറിയുന്നത് ആദ്യം സൂസൻ എന്ന പേരിലല്ല, മിസ് രേവതി എന്ന പേരിലാണ്. എന്റെ പേരിലോ? പേര് രേവതി, നക്ഷത്രവും അത് തന്നെ, ഒരർച്ചന. പറയാതെ തന്നെ അറിയാൻ വേണ്ടേ, മകളുടെ പിറന്നാളല്ലേ ഇന്ന്. കൊല്ലം 10-16 ഈ പനി തുടങ്ങിയിട്ട്. മേനോൻ ഈ നടക്കി നിന്ന് തൂവുന്ന കണ്ണീര് ഭഗവാൻ കാണുന്നുണ്ട്. സമാധാനായിട്ടിരുന്നോളൂ, മോള് വരും. മോടെ പിറന്നാളാണെന്നല്ലേ? മോടെ പിറന്നാളിന് മാത്രമേ മേനോനെ അമ്പലത്തിൽ കാണൂ. കൊല്ലം എത്രയായി? നമ്മുടെ അയ്യപ്പൻ പിള്ളയുടെ മോളല്ലേ ആ കൂടെയുള്ളത്? അതെ, അവളിപ്പോ നേഴ്സിംഗ് ഒക്കെ പാസ്സായി. ബാലൻ മേനോന് സുഖമില്ലാതായതിനു ശേഷം ശുശ്രൂഷിക്കലൊക്കെ ആ കുട്ടിയാ. മേനോനാണെങ്കിലോ അവള് സ്വന്തം മോളെ പോലെയാ. നോക്കാനും നടത്താനും ആളില്ലാത്തത് കൊണ്ട് എന്തൊക്കെയാ ഒലിച്ചു പോകുന്നെന്ന് ദൈവം കണ്ടു. ആ, കുറച്ചു കാലവും കൂടി ഇങ്ങനെയൊക്കെ നടക്കും. ആ, താൻ നല്ല ആളാ. കാലത്ത് അമ്പലത്തിലെത്തിക്കോളാമെന്ന് വീരവാദം മുഴക്കിയിട്ടല്ലേ ഇന്നലെ പോയത്? വരാനിരുന്നതാ. രാവിലെ എഴുന്നേറ്റപ്പോ തണ്ടലിനൊരു വിലക്ക. പിന്നെ ഇവളുടെ അമ്മയെ കൊണ്ട് കുഴമ്പ് ചൂടാക്കി തേച്ചപ്പോ ഒരാശ്വാസം കിട്ടി. വയസ്സും പ്രായവും ഒക്കെ ആയാ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണോടോ. കേട്ടോടി മോളെ, ആരോടാണ് ഈ പറയുന്നത്? അമ്മയുടെ ചുമ എങ്ങനെയുണ്ട്? വലിയ കുറവൊന്നുമില്ല. ഡോക്ടർ വരട്ടെ, ഞാൻ പുതിയൊരു സിറപ്പ് എഴുതിപ്പിച്ചു തരാം. നിന്റെ അമ്മയല്ലേ സാധനം. മരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാ. എന്ത് വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് പോയി വന്നോളൂ. വേണ്ട, ഇവിടെ കാണാനായിട്ട് അവിടെ ആർക്കും ഒരു സുഖക്കേടും ഇല്ല. എന്നാടോ പ്രസാദം. അപ്പൊ രേവതി മോൾക്ക് ഇന്ന് 19 വയസ്സ് തികഞ്ഞു. കണ്ടിട്ടിപ്പൊ 10-16 കൊല്ലമായി. എന്നാലും ഇന്നലെ കണ്ട പോലെ ഓർമ്മയുണ്ട് ആ മുഖം. ഞാൻ ലേശം ഒന്ന് കിടക്കട്ടെ. ആ, ഇന്ന് തന്റെ ഊണ് ഇവിടെയാ, അത് മറക്കണ്ട. അത് പിന്നെ പറയാനുണ്ടോ? മച്ചാന പാത്തിങ്കളാ മലവാഴത്തോട്ടത്തിലേ, മച്ചാന പാത്തിങ്കളാ മലവാഴത്തോട്ടത്തിലേ. ഇന്നൂട്ടി ഉച്ചയ്ക്കുണ്ണാൻ ആരൊക്കെ ഉണ്ടാവും? ബാലമ്മാവൻ, ദേവൂട്ടിയമ്മ, പിന്നെ അച്ഛൻ. ഇത്രേ ഉള്ളൂ. പിന്നെ പറയണ്ടല്ലോ, ബാലമ്മാവന്റെ സ്വന്തം ആള് ഡോക്ടർ മാധവൻകുട്ടി. ആരുടെ സ്വന്തം ആള്? ആ, പിന്നെ ബാലമ്മാവൻ ചിലപ്പോ വേറൊരാളിനെ കൂടി വിളിച്ചിട്ടുണ്ടാവും. ആരാത്? നമ്മുടെ രാരിച്ച വൈദ്യര്.
അനിയാഞ്ഞൊന്നേ. അപ്പോഴേ അതെ, വണ്ടി വിടണ്ട. എനിക്ക് ഉച്ചയ്ക്ക് മംഗലത്ത് ബാലമ്മന്റെ വീട്ടില് ഊണ് കഴിക്കാൻ പോവേണ്ടതാ. അപ്പോ ഞാൻ ചെല്ലാതെ അവരെ എല്ലാം ഇടുകയില്ല. ഇല്ല, അധികം താമസിക്കില്ല. അതെ, അമ്മാവനെ ആയുർവേദം മതി എന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് വൈദ്യരെ തന്നെ വിളിക്കാൻ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ഈ കാലത്ത് തലവപ്പുതി കൊണ്ട് ഒരു ഗുണവും ഇല്ല. അറിയാവുന്നവർക്കല്ലേ അതറിയാവൂ. വരാം വരാം. എനിക്ക് കാലിലൊരു ചെറിയ ആണി, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം നമസ്കാരം. ചെരുപ്പ് ഊരണ്ടിരുന്നില്ല. ശരി, പൂരാതെ എങ്ങനെ അകത്ത് കയറുക? അതൊരു മര്യാദ കേടല്ലേ? അമ്മാവാ, സ്വല്പം അങ്ങോട്ട് മാറിയുന്നോളൂ. ആ കഷേര എടുക്കൂ, ഇരിക്കണം. ഇടൂ. എന്താ പൂരം കാണാൻ നിൽക്കുക? സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കൂ. രോഗി കാറ്റ് നിൽക്കാൻ പോട്ടെ. മാറിക്കൂ മാറിക്കൂ. എന്താ സുഖം? എന്താ സുഖം? എന്റെ വൈദ്യരെ, ഈ കണ്ട കാലത്രയും ഒരസുഖം ഇല്ലാതിരുന്ന ആളാ. പെട്ടെന്ന് പല വെട്ടിയിട്ടുള്ള ഒരു വീഴ്ച വീണു. ചുറ്റി വളയ്ക്കാതെ. അസുഖം എന്താന്ന് വെച്ചാൽ 3 വാചകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൈദ്യരെ, ആ, വന്നു, ഇരുന്നു, വീണു. അത് ശരിയായില്ലല്ലോ. മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഉവ്വ. ഒന്നിരുന്നു, ഉം. പിന്നെ വീണു. അതും ശരിയായില്ല. നിങ്ങൾ തന്നെ പറ. ശ്വാസം വിടാനും ഉമിനീരടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ആ, അതാ വേണ്ടത്. വൈദ്യരെ, ആ, വല്ല കഷായത്തിനോ കീഴ് പിടിക്കാനോ എഴുതി തന്നിരുന്നെങ്കിൽ. ആരാ ഒരു പുതിയ വൈദ്യകലാനിധി? ഞാനല്ല. ഞാനല്ലല്ലോ. അല്ല. അപ്പൊ ഒന്നും മിണ്ടണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഓ, ഏ? അപ്പോ ഇവിടം വരെ വന്നതിന് എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ തന്നിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുക. എന്താ വൈദ്യരെ? ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബന്ധുക്കളെയും വിവരം അറിയിക്കുക. ആ, എന്നെ ഏത് മാവ വെട്ടണമെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സൗകര്യം നോക്കി വെക്കുക. കച്ചമുണ്ടൻ രാത്രിക്ക് തന്നെ മുമ്പായി വൈദ്യരെ, ഒരു സംശയവും വേണ്ട. ഈ രോഗി 5 മിനിറ്റിനകത്ത് ഇഹലോകവാസം പിടിക്കും. വെറുതെ അല്ല തന്നെ കൊണ്ട് ആരും ചികിത്സിപ്പിക്കാത്തത്. ഏത് രോഗിയുടെ നാടി പിടിച്ചു നോക്കിയാലും അപ്പൊ താൻ പറയും ചത്തുപോകും. അതിന്റെ ഒരു സിദ്ധിയാണെന്ന് വെച്ചോളൂ. എന്നിട്ടാണോ താൻ ചത്തുപോകുന്ന പറഞ്ഞ സൈക്കിൾ രക്ഷക്കാരൻ കുമാരൻ കാളക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത്? അയ്യോ താൻ മരിക്കുമെന്ന് പറഞ്ഞവർ ആരെങ്കിലും ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ സ്വല്പം നീളം, അത്രേ ഉള്ളൂ. ജനിച്ചവര് മരിക്കുമെന്ന് പറയാൻ തന്റെ ആയുർവേദം ഒന്നും വേണ്ട. അതിനൊരു കാര്യമുണ്ട്. എന്റെ ആയുർവേദത്തെ പിടിച്ച് കളിക്കരുത്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നു, ഈ രോഗിക്ക് ഇനി ചികിത്സ വേണ്ടെന്ന്. ഇയാളുടെ കാറ്റ് ഇപ്പൊ പോകും. എനിക്കോ? ഒരു രോഗിയുടെ മുൻപിൽ ഇങ്ങനെ പറയാനുള്ളൂ. താൻ വൈദ്യനാണോ? ഞാൻ ഒരു വൈദ്യനല്ലേ? ഞാൻ പറയാൻ സമ്മതിക്കില്ല. അയ്യപ്പൂടെ ഇരിക്കേ. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചിറങ്ങുകയല്ലേ? ഇരിക്കണോ? കാര്യസ്ഥനും മുതലാളിയൊക്കെ പഴയ കാലത്താ. ആ വൈദ്യരെ കണ്ടില്ലല്ലോ. ആയിരിക്കും. അത് പിന്നെ ആയുർവേദമല്ലേ, സാവകാശം ഭരിക്കും. ആ, ചെരുപ്പില്ലാണ്ട് എനിക്കൊരു അട്ടി വെക്കാൻ പറ്റില്ല. ഓടുകയാണെ പിന്നെ പറയാൻ വേണ്ട. ഇല ഇടുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചതാ. ആ, സാരമില്ല, വൈദ്യുതി അവിടെ ഇരിക്കും. എനിക്കൊരബദ്ധം പറ്റി. പറ്റി എന്ന് പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്? ഞാനേ ഞാൻ പറയാം. ഒന്നിനെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് വൈദ്യർ കേട്ടാ മതി. നിങ്ങൾ പറയൂ. ഒന്നുകിൽ വൈദ്യരുടെ അടുത്തേക്ക് ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് വൈദ്യർ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാവും. അത് തന്നെ ഉണ്ടായേ. എനിക്കറിയാം, നമ്മുടെ രാഘവൻ കൈമൾക്ക് 1 മണിക്കൂറേ ആയുസുള്ളൂ. ഞാൻ നാടി പിടിച്ചു നോക്കി. ഈ നാടി പിടിച്ചു നോക്കിയാൽ എങ്ങനെ ആയുസറിയാ? അല്ലാതെ നിങ്ങൾ അലോപ്പതിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ആളൊന്നും വേണ്ട. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ. എന്റെ ഡോക്ടർ സാറേ, വെറുതെ വൈദ്യരെ ചൂടാക്കല്ലേ, അല്ലെങ്കിലേ ചൂടണം. വൈദ്യരങ്ങനെ ചൂടാവൊന്നുമില്ല. ആയുർവേദത്തെ പിടിച്ച് കളിച്ചാൽ ഞാൻ ചൂടാവും. അതെ, ഞാനോ ചോദിക്കട്ടെ, മനുഷ്യന്റെ ആന്തരാളി വ്യൂഹത്തിൽ എത്ര നാഡീ ഞരമ്പുകളുണ്ട്? എത്രയുണ്ട്? എത്ര? 44,448. 48 അര. അരെ, ഇതെന്താ ഈ അര നാഡീ വ്യൂഹം? അരനാഡീ വ്യൂഹം എന്ന് വെച്ചാൽ
അരയിലുള്ള ഒരു ചെറിയ നാഡീവ്യൂഹത്തിനെയാണ് അരനാഡീവ്യൂഹം എന്ന് പറയുക. എന്താ ചിരിക്കണേ? എന്റെ വൈദ്യർക്ക് കൊച്ചു കുട്ടികൾക്ക് കുളിക്കാനുള്ള എണ്ണ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് തേച്ച് കുളിക്കാനുള്ള കുഴമ്പ്, ഇതൊക്കെ ഉണ്ടാക്കി പോരെ. വെറുതെ മനുഷ്യനെ മണ്ടക്കെടുത്ത് നിന്നിനെ. ഞാനൊരു ഡോക്ടറാണ്. അല്ല, അത് പറയരുത്. ആയുർവേദത്തെ കുറിച്ചാണ് ഞാൻ തമാശ പറഞ്ഞാണ്. ഞാനൊരു തമാശക്ക് പറഞ്ഞ വൈദ്യർ ഊണ് കഴിക്കൂ. കുഴപ്പമൊന്നുമില്ല. ഞാൻ മിണ്ടായിരിക്കാം, കഴിക്കൂ. എന്നാലും 44,408 അരാണ്. ആക്ഷേപിക്കാനുള്ള ഒരു മനുഷ്യനെ ഊണ് കഴിക്കേ. ഊണ് കഴിക്കും. 48 അര. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഒരു പാഴ്സലുണ്ട്, മടങ്ങി വന്നതാ. മടങ്ങി വന്നോ? അതെ, രേവതി മേനോൻ അയച്ച പാഴ്സലാ. അഡ്രസ് വേണ്ടാന്ന് പറഞ്ഞ് മടക്കി അയച്ചു. കൃത്യസമയത്ത് കൃത്യ ദിവസം തന്നെ മടങ്ങി വന്നു. കൊള്ളാം, നന്നായി. ആ, ഇതാണ് അയ്യപ്പൻ പിള്ളേ യോഗം എന്ന് പറയുന്നത്. ഇന്ദു, പോകാൻ വരട്ടെ. ഇന്ന് എന്റെ മകളുടെ പിറന്നാളാണ്. അല്പം മധുരം കഴിച്ചിട്ട് പോയാൽ മതി. ശരി. അയ്യപ്പൻ പിള്ളേ വരൂ. ആ, ഇതും കൂടി ആ കൂട്ടത്തിലെടുത്ത് വെച്ചോളൂ. എണ്ണം തികയട്ടെ. ബാലമാവൻ എന്തിനാ വിഷമിക്കുന്നത്? സമ്മാനമല്ല, ഇനി 2 അടി തന്നാലും മറുത്തൊന്നും പറയാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഇവിടെ ഞങ്ങളില്ലേ? പിന്നെന്താ, നല്ല കാര്യമായി അല്ലേ വൈദ്യരെ? അതെ, ഫലിതം പറയാൻ എന്തിനാ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യുന്നത് മാധവൻകുട്ടി? ആദ്യമായിട്ടല്ലല്ലോ രേവതി എന്റെ സമ്മാനം തിരിച്ചയക്കുന്നത്. ഐ കൻ സ്റ്റാൻഡ് ഇറ്റ്. ആ, ഉണ്ടപ്പോ അളിയും തമാശയൊക്കെ പറഞ്ഞ് കുറെ കൂടുതലും കഴിച്ചു. വയറ് വല്ലാതായി. ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടെ. ബാലമാവന്റെ കഴിഞ്ഞ 16 കൊല്ലത്തെ സമ്പാദ്യങ്ങളാ അല്ലേ? പാവം, ഓരോ തവണയും വിചാരിക്കുന്നുണ്ടാവും തിരിച്ചയക്കില്ലെന്ന്. സ്നേഹം ഉണ്ടെങ്കിലല്ലേ തിരിച്ചയക്കാതിരിക്കൂ. കത്തുകളും സമ്മാനപ്പൊതികളും ഒക്കെ തിരിച്ചു വരുമ്പോ ബാലമാവൻ എത്ര വിഷമിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഇത്തവണ ഈ ഒരു കൊല്ലത്തിനിടയ്ക്ക് 2 അറ്റാക്ക് കഴിഞ്ഞാലേ. അടുത്ത ഒരു പിറന്നാളിനും കൂടി താനുണ്ടാവുന്ന അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. ഇതൊന്നും ആലോചിക്കാൻ ആ കുട്ടിക്ക് മനസ്സ് വരുന്നില്ലല്ലോ. അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപെന്നോ നടന്ന കാര്യങ്ങളല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഒക്കെ ഓരോ വിധിയാണ്. ഞാൻ ഇറങ്ങട്ടെ. ക്ലിനിക്കിൽ പേഷ്യൻസ് കാത്തിരിപ്പുണ്ടാവും. ബാലമാവനോട് ഇത് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. മാങ്ങാ ചമ്മന്തി അസലായി. അതിന്റെ കോംപ്ലിമെന്റ്സ് ദേവൂട്ടിക്കല്ല കൊടുക്കേണ്ടതെന്ന് പറയാം. ഓട്ടെ. എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ഒന്നും സാരമാക്കണ്ട. ബാലമാവ് സമാധാനായിട്ടിരിക്കണം. തിരിച്ചയക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയച്ചത്. നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോ ചിരിക്കാനാവും തോന്നുക. ദുഃഖങ്ങളെ തേടിപ്പിടിക്കുക വന്നു വന്ന് എനിക്കൊരു ശീലമായി. ഇന്ദു, കാപ്പി ചൂടാറുണ്ട? എന്താ ബാലമാവ? ഒന്നുമില്ല, ഒരു തളർച്ച പോലെ. ഞാൻ ഡോക്ടറെ വിളിപ്പിക്കാം. അതൊന്നും വേണ്ട, ഇത്തിരി നേരം കിടന്നാ മതി. ദേവൂട്ടിയമ്മേ, ഉടനെ
ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് എന്തോ ആളെ അയച്ചപ്പോ സത്യത ഞാൻ പേടിച്ചുപോയി. വെറുതെ നത്തിങ്. ബാലമാവന് ഒരു കുഴപ്പമില്ല. ഒന്നുകൂടി സൂക്ഷിച്ച് പരിശോധിക്കൂ കുഞ്ഞെ. വല്ലാതെ ശ്വാസം മുട്ടെന്ന് പറഞ്ഞിരുന്നു. എന്ത് ശ്വാസം മുട്ടല്? ഉച്ചയ്ക്ക് പരിപ്പ് വായസോ കഴിച്ചിട്ട് നേരെ കയറി ഒറ്റ കിടപ്പല്ലേ. ഗ്യാസ് കയറി കൊളുത്തി പിടിച്ചാവും. അല്ലാണ്ട് വേറെ യാതൊരു അസുഖമില്ല. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അപ്പോഴേ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കാണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാർന്നേ. നല്ല കാറ്റൊക്കെ കിട്ടുമ്പം യു വിൽ ബി ഫ്രഷ്. ബാലമോന് നമ്മൾ തമ്മിൽ മറച്ചു വെക്കുന്നതിന് ചെറിയൊരു ഷോക്ക് പോലും താങ്ങാൻ കൽപ്പില്ലാതായിരിക്കുന്നു. കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. ഹിസ് കണ്ടീഷൻ ഈസ് വെരി ബാഡ്. ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ മാറ്റുവാൻ ഞാനും അത് ആലോചിച്ചു. പക്ഷെ വേണ്ട. അത് അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ തളർത്തിക്കളയും. ഒരു വിധത്തിലുള്ള സ്ട്രെസ്സും മനസ്സിനുണ്ടാവാൻ നോക്കണം. ഇനി ഒരു അറ്റാക്കിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞൊന്നുമില്ല. എന്തോ എപ്പോഴും അടുത്തുണ്ടാവണം. രേവതിക്ക് ഈ വിവരം കാണിച്ചൊന്ന് എഴുതിയാലോ? ആരെഴുതാൻ? ഇനിയിപ്പോ എഴുതിയാൽ തന്നെ ചിലപ്പോ അച്ഛന് രോഗം കൂടുതലാണെന്നും രേവതിയെ കാണാൻ ആഗ്രഹിക്കുന്നെന്നും കാണിച്ച് ഞാനോ ഡോക്ടർ ഒരു കത്തയച്ചാൽ? വെൽ, ഒരച്ഛന്റെ ലാസ്റ്റ് വിഷ നിലയിൽ നോർമൽ കോഴ്സിൽ ആ പെൺകുട്ടിയുടെ മനസ്സലിയേണ്ടതാണ്. ഷീ ഷുഡ് കം. ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ബാലമ്മാവന്റെ പാതി അസുഖം താനെ മാറിക്കിട്ടും. എന്തു പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് എഴുതിയാലോ? കൊള്ളാം. നല്ല സജഷൻ. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമെന്ന് കേൾക്കുമ്പോ മകളുടെ മനസ്സലിയാതിരിക്കില്ല. ബാലമാവ, അത് ഞാൻ എങ്ങനെ എഴുതണമെന്നാവും സംശയം. ശരിയാണ്. മെഡിക്കൽ ടേംസിൽ മരുന്നിന് കുറിപ്പെഴുതിയുള്ള ശീലമല്ലേ ഉള്ളൂ മാധവൻകുട്ടിക്ക്. ഇന്ദുവിനും അതിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. ഡു വൺ തിങ്. എന്റെ കിടപ്പുമുറിയിലെ അലമാരയിൽ വലത്തെ ഡ്രോയറിൽ ഒരു കെട്ട് കത്തുകൾ ഇരിപ്പുണ്ട്. അക്ഷരം കൂട്ടി വായിക്കാൻ മാത്രം പ്രായം രേവതിക്കുള്ളപ്പോ തൊട്ട് ഞാൻ അവൾക്കയച്ച കത്തുകൾ പൊട്ടിച്ചുപോലും നോക്കാതെ തിരിച്ചു വന്ന് അവയിൽ ഏത് തുറന്നു നോക്കിയാലും മകളുടെ മനസ്സലിയിക്കാൻ ഒരച്ഛൻ കരളുരുകി എഴുതി വെച്ച വാചകങ്ങൾ കാണും. അത് മാതൃകയാക്കാം. യു കൻ ട്രൈ ദാറ്റ്.